കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി ഇന്നറിയാം. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് താമരശ്ശേരി എഇഒ ഇന്നലെ റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദീപക്. ശരിക്കും ഇതിനകത്ത് നാട്ടുകാർ തൃപ്തരല്ലേ അന്വേഷണത്തിലൊക്കെ തന്നെ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? SK, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു ഇരയാണ് ഈ അലീന എന്ന ടീച്ചറുടെ ആത്മഹത്യ എന്നുള്ളതാണ്. 5 വർഷം ജോലി ചെയ്യുന്നു, ഒരു ശമ്പളം പോലും കിട്ടാതെ, അതും അധ്യാപന ജോലിയാണെന്ന് ഓർക്കണം SK. അത് ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ആണ്. ആ മാനേജ്മെൻറ്റ് സ്കൂളിൽ സാധാരണഗതിയിൽ നിയമനത്തിന് പണം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. പക്ഷേ 5 വർഷമായും ശമ്പളം കിട്ടുന്നില്ല. മാത്രവുമല്ല, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം, ഉത്തരവ് പ്രകാരം താമരശ്ശേരി എഇഒ അന്വേഷിച്ച് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല. അതായത് എഇഒ ഓഫീസിലെ നിയമനം തീരുമാനിക്കേണ്ട ഏതെങ്കിലും സെക്ഷനുകളിൽ വീഴ്ച പറ്റിയിട്ടില്ല, അതുകൊണ്ടല്ല ശമ്പളം കിട്ടാത്തത് എന്നുള്ളതും ഈ നിയമനത്തിൽ തന്നെ പ്രശ്നമുണ്ട്. അതായത് ഒരു ഒഴിവില്ലാത്ത സ്ഥലത്തേക്ക് നിയമിക്കപ്പെടുന്നു, ആ നിയമനം കാരണമാണ് ശമ്പളം കിട്ടാത്തത്. മാത്രവുമല്ല, ആദ്യം അവരെ തസ്രത്ത് LP സ്കൂളിലാണ് വെക്കുന്നത്. അതിനുശേഷം അവിടുത്തെ നിയമനം ശരിയാകില്ലെന്ന് ഉറപ്പായതിനു ശേഷം പിന്നീട് സെൻറ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റുന്നു. ഇതെല്ലാം ഒരു കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലാണ്. ഈ മാനേജ്മെൻറ്റ് സ്വാഭാവികമായും ഇങ്ങനെ മാറ്റണമെങ്കിൽ പണം വാങ്ങിയത് കൊണ്ട് തന്നെയാണെന്നുള്ള ഉറപ്പാണ്. മാത്രവുമല്ല, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ അന്വേഷണത്തിലും പണം വാങ്ങിയുള്ള നിയമനം തന്നെയാണ് നടന്നതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് SK. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം കൃത്യമായി ഒരു ഒഴിവില്ലാതെ നിയമനം നടത്തുന്നു, ആ നിയമനം കാരണം ശമ്പളം കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിലും മനസ്സിലായത്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നടപടിയെടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മാത്രവുമല്ല, പോലീസ് ആത്മഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട്. ഈ ആത്മഹത്യയുടെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ആരെയൊക്കെ പ്രതി ചേർക്കും എന്നുള്ള കാര്യവും നമുക്ക് കണ്ടറിയേണ്ടതാണ് SK. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം.